ടീച്ചറിന്റെ കുഞ്ഞുമക്കളെ എങ്ങനെ വിളിയേക്കുക? എന്തോ ഒന്ന് വിളിയട്ടെ. ടീച്ചറിന്റെ കുഞ്ഞുമക്കളെ എന്തോ. ഓക്കെ, അപ്പോൾ അടുത്ത കൂട്ടക്ഷരം നമുക്ക് പഠിക്കാം. ഓടിവായോ, നോക്കാട്ടാ. ഇതെന്താ? ന ന്. ഇതെന്താ? അനുസ്വാരമല്ല, അനുസ്വാരം ചെറുതാണ് അല്ലേ? അനുസ്വാരവും വിസർഗവും ചെറുതാണ്. ഇതെന്താ? അല്ലേ? ടാഠ ഡാഠ ന പഠിച്ചല്ലേ? അതിലക്ഷരാണ് ടവർഗം. ടവർഗത്തിലെ അക്ഷരമാണ് ടീച്ചർ പറഞ്ഞപ്പോൾ ടവർഗം എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ കൺഫ്യൂഷൻ അടിക്കേണ്ട. ടീച്ചർ അത് പറഞ്ഞു തരാം. പ്രത്യേകിച്ചൊന്നുമില്ല, സിമ്പിളാണ്. കാക്ക ഗാക്ക ങ അതെന്താണ്? കവർഗം. ഉണ്ടാ? ചാച്ച ചാച്ച ഞ ചവർഗം. ടാഠ ഡാഠണ ടവർഗം. ഉണ്ടാ? താത്ത ദാത്ത ന തവർഗം. പാപ്പ ബാപ്പ മ പവർഗം. മനസ്സിലായോ? ഓരോന്നിൻ്റെയും സെക്ഷനിൽ വരുന്നത് ഉണ്ടോ? ക ഖ ഗ ഖ ങ. ഇതെന്താണ്? ഇതൊരു ഒരൊറ്റ ലൈനാണ് അല്ലേ? ഒരൊറ്റ ലൈനിൽ നമ്മൾ എഴുതുന്നതാണ് കാഖ ഗാഖ ങ. അപ്പൊ ഇതെന്തായിരിക്കും അല്ലേ? കായാണ് സ്റ്റാർട്ടിങ് അല്ലേ? ഇത് പറയുന്നതൊക്കെ ഏകദേശം അതേ ഒരേ ഒരു കാ 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 അല്ലേ? ആ ഒരു ശബ്ദത്തിലാണ്. അപ്പൊ എന്താണ്? ഇപ്പൊ നിങ്ങൾ അങ്ങനെ പഠിക്കുക. ഗ്രാമറിലേക്കൊന്നും ടീച്ചറിന്റെ കുഞ്ഞുകുട്ടികൾ ഇപ്പൊ പോകേണ്ട ആവശ്യമില്ല. അപ്പൊ നോക്കിയേ, ഇതെന്താണ്? കവർഗം. ഉണ്ടോ? കവർഗം. അടുത്തത് ച ഛ ജ ഛ ഞ ചവർഗം. ടാഠ ഡാഠ ണ ടവർഗം. താത്ത ദാത്ത ന തവർഗം. പാപ്പ ബാപ്പ മ പവർഗം. മനസ്സിലായോ? കവർഗം, ചവർഗം, ടവർഗം, തവർഗം, പവർഗം. ഓരോ വർഗത്തിൽപ്പെടും. നമ്മൾ പറയില്ലേ പാർട്ട് 1, പാർട്ട് 2, പാർട്ട് 3, പാർട്ട് 4 അല്ലേ? അങ്ങനെ പല പല പാർട്ടുകളായിട്ട് തിരിക്കാറില്ലേ? ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ അക്ഷരങ്ങളുടെ പേരിൽ നമ്മൾ അതിനെ തിരിക്കുന്നു. ക അത് തുടങ്ങുന്നത് ഒക്കെ കവർഗം. ച ബാക്കി അതിനോട് ബന്ധപ്പെട്ട് വരുന്ന അക്ഷരങ്ങളൊക്കെ ചവർഗം. ഇവിടെ ട അതിനോട് ബന്ധപ്പെട്ടതൊക്കെ ടവർഗം. ത തവർഗം. പ പാപ്പ ബാപ്പ മ പവർഗം. മനസ്സിലായോ? ഓക്കെ, ഇത്രയേ ഉള്ളൂ. അതിപ്പോൾ ടീച്ചർ പറഞ്ഞു വന്നപ്പോൾ ക്ലാസ്സിൽ പറഞ്ഞതാണ്. ടീച്ചർ ഇവിടെ എഴുതാതിരുന്നത് ഒരു ക്ലാസ് നമ്മൾ ഇതിനു വേണ്ടി മാത്രം എടുത്തതാണ്. അപ്പോൾ ഇനി വെറുതെ സമയം കളയണ്ട, നമുക്ക് കൂട്ടക്ഷരം പഠിക്കാം. ഓക്കെ, അപ്പോൾ ടവർഗത്തിലെ ഉണ്ടാ ടാഠ ഡാഠണ്ണ. അപ്പോൾ ന് ധ. അപ്പോൾ ഇതെങ്ങനെ കൂട്ടി എഴുതുമ്പോൾ എങ്ങനെ എഴുതും? ന ധ. ഉണ്ടാ? ധ. എങ്ങനെ ഇത് പറയാം? നായും ഠായും. ന് ധ ധ. എന്താണ്? ധ. അപ്പൊ നമ്മളിന്ന് പഠിക്കുന്ന കൂട്ടക്ഷരം എന്താണ്? ധ. ഉണ്ടാ? ധ. ഇനി ഇത് ഉപയോഗിച്ച് നമുക്ക് വാക്കുകൾ എഴുതാം. മാ നീ കാ ധ. ഉണ്ടാ? നമ്മളിന്ന് പഠിച്ച കൂട്ടക്ഷരാണ് ധ ഇൻ. ഉണ്ടാ? എന്താണ്? മാ നീ ക ധ ഇൻ. കൂട്ടി വായിക്കുമ്പോ മാ നീ മണി, ക ധ ഇൻ കണ്ഠൻ. കൂട്ടി വായിച്ചേ, മണികണ്ഠൻ. ഒരു പേര്. ഓക്കെ, അടുത്തത് നീ ല ക ധ ഇൻ. ഇത് മണികണ്ഠൻ. ഇതെന്താണ്? നീലകണ്ഠൻ. അതും വേറൊരു പേരാണ്. ഇതിന്റെ വേറെ വേറെ അർത്ഥങ്ങളിലേക്ക് ഇപ്പൊ പോവാറായിട്ടില്ല. അപ്പൊ നിങ്ങൾ പേര് അങ്ങനെ തന്നെ പഠിച്ചാൽ മതി. മണികണ്ഠൻ, നീലകണ്ഠൻ. അടുത്തത് ഉ ത് ക ധ. ഉണ്ടാ? എന്താണ്? ഉത്കണ്ഠ. ഉണ്ടാ? എന്താണത്?
ഉത്കണ്ഠ. ഉത്കണ്ഠ എന്ന് പറഞ്ഞാൽ എന്താ? ആൻസൈറ്റി അല്ലേ? നമുക്കൊരു ഉത്കണ്ഠ ഉണ്ടാവും അല്ലേ? ടെൻഷനായിരിക്കും. അതെന്താവും, ഇതെന്താവും, അയ്യോ ഞാനിന്ന് പരീക്ഷയ്ക്ക് പഠിച്ചിട്ടില്ല, ഏത് ക്വസ്റ്റ്യൻ വരും അല്ലേ? പഠിച്ചിട്ടുണ്ടെങ്കിൽ പഠിച്ചത് തന്നെ വരുമോ അല്ലേ? ഇതൊക്കെയാണ് ഉത്കണ്ഠ അല്ലേ? ഉത്കണ്ഠ മനസ്സിലായ? ഉത്കണ്ഠ. അടുത്തത് ക ഠ. ഇതാണ് അനുസ്വാരം. ഇവിടെയാണ് അനുസ്വാരം വന്നത്. അം. അപ്പം എന്താ? ഠ ഢ അം. ഢം. എന്താണ്? ഢം. അപ്പം കണ്ഠം. എന്താണ് കണ്ഠം? കഴുത്ത്, നെക്ക്. നെക്ക് അതാണ് കണ്ഠം. അപ്പോൾ നമ്മൾ പഠിച്ചത് ഢ എന്ന് പറയുന്ന കൂട്ടക്ഷരമാണ്. വാക്കുകൾ ഏതൊക്കെയാണ്? മണികണ്ഠൻ, നീലകണ്ഠൻ, ഉത്കണ്ഠ, കണ്ഠം. കിട്ടിയില്ലേ? വായിക്കാൻ മറക്കരുത്. ഇതുപോലെയുള്ള കൂട്ടക്ഷരങ്ങൾ നിങ്ങൾക്ക് കിട്ടുമ്പോൾ, ഇത് ടീച്ചർ എപ്പോഴും പറയാറുണ്ട്, ബേസ് ആയിട്ട് പഠിക്കുന്ന കാര്യങ്ങളാണ്. ഈ ബേസ് ആയിട്ട് പഠിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യണം? കുറച്ചും കൂടെ വാക്കുകൾ കിട്ടുമോ എന്ന് അതും കൂടെ നിങ്ങൾ അന്വേഷിക്കണം. നിങ്ങൾ വായിച്ചോ, വായിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഇങ്ങനെയുള്ള കൂട്ടക്ഷരങ്ങളുടെയും അക്ഷരങ്ങളൊക്കെ ഉപയോഗിച്ചുള്ള വാക്കുകൾ വേറെ കിട്ടുമോ എന്നും കൂടെ അന്വേഷിക്കണം. അപ്പോൾ കൂടുതൽ വാക്കുകൾ കിട്ടും, കൂടുതൽ നിങ്ങൾക്ക് പരിചയപ്പെടാൻ സാധിക്കും. ഓക്കെ. അപ്പോൾ വായിക്കുമ്പോൾ നിങ്ങൾക്ക് ആ വാക്കുകളൊക്കെ വായനയിൽ, ന്യൂസ് പേപ്പർ ആണെങ്കിലും സ്റ്റോറി ബുക്ക് ആണെങ്കിലും നിങ്ങൾ ടീച്ചർ പഠിപ്പിച്ചതും നിങ്ങൾ കണ്ടെത്തിയ വാക്കുകളും ഒക്കെ അതിൽ വരികയാണെങ്കിൽ നിങ്ങൾക്കത് കൂടുതൽ എളുപ്പമായിട്ട് മാറും. ഓക്കെ. അപ്പോൾ നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. നന്ദി. ശുഭദിനം. വായിക്കാൻ മറക്കണ്ട. ബൈ.